കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി ഷിംജിത മുസ്തഫയുടെ ജാമ്യഹർജി കോടതി തള്ളി. കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതി ജാമ്യഹർജി തള്ളിയതോടെ പ്രതി ഷിംജിത മുസ്തഫ ജയിലിൽ തന്നെ തുടരും. കേസിൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ച ശക്തമായ വാദങ്ങൾ പരിഗണിച്ചാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ തീരുമാനം. കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയാണ് ഷിംജിതയുടെ ജാമ്യാപേക്ഷ തള്ളിയത്. സോഷ്യൽ മീഡിയയിൽ പ്രശസ്തിക്കും റീച്ചും അതുവഴി സാമ്പത്തിക ലാഭവും ലക്ഷ്യമിട്ടാണ് ഷിംജിത ദീപകിനെതിരെയുള്ള വീഡിയോ പ്രചരിപ്പിച്ചതെന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. തനിക്ക് അതിക്രമം നേരിട്ടത് ഔദ്യോഗികമായി പരാതിപ്പെടാൻ തയ്യാറാവാതെ വീഡിയോ മാത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ദുരുദ്ദേശപരമാണെന്നും പോലീസ് ചൂണ്ടിക്കാട്ടി. ദീപകിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് ഈ വീഡിയോ അല്ലാതെ മറ്റ് കാരണങ്ങളില്ലെന്നും പോലീസ് റിപ്പോർട്ട് ഉറപ്പിച്ചു പറയുന്നു. ഷിംജിതയ്ക്ക് ജാമ്യം നൽകുന്നത് സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകുമെന്നും സമാന രീതിയിൽ മറ്റ് ബ്ലോഗർമാരും ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാൻ ഇത് കാരണമാകുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ഇത് കൂടുതൽ ആത്മഹത്യകളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പും പോലീസ് നൽകി. ആദ്യഘട്ടത്തിൽ പരാതി നൽകാതെ ഷിംജിത അറസ്റ്റിലായതിന് പിന്നാലെയാണ് യുവതിക്ക് ബസ്സിൽ ലൈംഗികാതിക്രമം നേരിട്ടുവെന്ന് കാണിച്ച് സഹോദരൻ സിയാദ് പോലീസിൽ പരാതി നൽകിയത്. ദീപകിന്റെ ഉൾപ്പെടുന്ന 7ഓളം വീഡിയോകളാണ് ഷിംജിതയുടെ ഫോണിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. പരിശോധനാ ഫലം ലഭിക്കുന്ന മുറയ്ക്ക് ഷിംജിതയ്ക്കായി കസ്റ്റഡി അപേക്ഷ നൽകാനാണ് പോലീസ് നീക്കം. ജാമ്യം ലഭിക്കാത്ത സാഹചര്യത്തിൽ ഷിംജിത റിമാൻഡിൽ തുടരും. ജനം, കോഴിക്കോട്.